നഗരത്തിലെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കൽ ജോലികൾ പൂർത്തിയായിരിക്കുന്നു. ആങ്കർ ബ്ലോക്ക് സ്ഥാപിക്കലും വലിയ വാൽവ് ഘടിപ്പിക്കലും അവസാന ഘട്ടത്തിലെത്തി. ഇന്നും നഗരത്തിലെ മിക്കയിടങ്ങളിലും കുടിവെള്ളം എത്തിയില്ല. ഉമേഷ് ബാലകൃഷ്ണൻ ചേരും വിവരങ്ങളുമായി. ഉമേഷ്, ഇനി എത്ര സമയം വേണ്ടിവരും ഈ കുടിവെള്ള വിതരണം പഴയ നിലയിലാകുന്നതിന്? ഈ പണികൾ അവസാനിക്കാറായോ? പണികൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ കഴിഞ്ഞ തവണ, അതായത് ഇന്ന് രാവിലെയോടുകൂടി ചോർച്ച അനുഭവപ്പെട്ട അതിൻ്റെ ആ വാൽവ് ഇവിടെ നിന്ന് മാറ്റി അത് ചോർച്ച പൂർത്തിയാക്കി അടച്ചത്, അതിൻ്റെ തകരാറുകൾ പൂർത്തിയാക്കിയ ശേഷം തിരികെ അതേ സ്ഥാനത്ത് ഫിക്സ് ചെയ്യുന്ന കാഴ്ചയാണ്. ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി മറ്റ് നടപടികളില്ല. ഇതിന് സമീപത്തെ ഒരു പൈപ്പ് ലൈനാണ് പൊട്ടിയിരുന്നത്. ആ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അത് പൂർത്തിയായി കഴിഞ്ഞു. ഇനി ആ പൈപ്പ് ലൈനിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ള ജോലിയാണ്. അത് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ഈ വലിയൊരു ആങ്കർ ഉണ്ട്, അതോടൊപ്പം ചേർന്ന ഒരു വാൽവുണ്ട്. ഈ വാൽവും ആങ്കറും കൃത്യമായി ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നടപടി കയറ്റിവിട്ട് ഇതൊന്ന് കഴുകുക എന്നുള്ളതാണ്. അതിനുശേഷം ഇത് ചാർജ് ചെയ്ത് ഈ പൈപ്പിൽ പൂർണ്ണമായി വെള്ളം നിറയ്ക്കും. കാരണം ഒരു പ്രഷർ കൊടുക്കുന്നതിന് മുമ്പ് വലിയൊരു പ്രഷർ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ജോയിൻറ്റുകൾക്ക് എന്തെങ്കിലും ഡാമേജ് വരുമോ എന്ന് അതടക്കം നോക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി ഇത് പൂർണ്ണമായി വെള്ളം നിറയ്ക്കും. വെള്ളം നിറച്ച ശേഷം എവിടെയെങ്കിലും ചോർച്ചയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. അതിനുശേഷമാണ് പമ്പിംഗ് ആരംഭിക്കുക. പമ്പിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം പൂർത്തിയാകും, ഇതിൻ്റെ ജോലികൾ പൂർത്തിയാകും. അതിനുശേഷം പമ്പിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പൈപ്പ് ലൈൻ ബന്ധിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഏകദേശം ഒരു കുറച്ചകലെയായിട്ടുള്ള ഐരാണിമുട്ടത്തെ വലിയൊരു ടാങ്കിലേക്കാണ്. ആ ടാങ്കിലേക്ക് എത്തിയ ശേഷമാണ് തുടർന്നാണ് ജലവിതരണം മറ്റ് സ്ഥലങ്ങളിലേക്കും വീടുകളിലേക്കും വാർഡുകളിലാണ് രൂക്ഷമായ പ്രതിസന്ധി ഇപ്പോഴും അനുഭവിക്കുന്നത്. ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാനുള്ള ശ്രമം ഏതായാലും അത്ര കണ്ട ഫലം കണ്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ആളുകളുടെയൊക്കെ പ്രതികരണം ലഭിക്കുമ്പോൾ ഇതിൽ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി എപ്പോഴത്തേക്ക് വെള്ളം കിട്ടും എന്നുള്ള ചോദ്യമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. തീർച്ചയായും അവർക്കുള്ള മറുപടി ഈ രീതിയിൽ പറയാം. അതായത് ഈ ജോലികൾ ഇതേ വേഗത്തിൽ പോയാൽ അടുത്ത 1 മണിക്കൂറിനകം തന്നെ ഈ ജോലികൾ പൂർത്തിയാകും. അതിനുശേഷം പമ്പിംഗ് ആരംഭിക്കുക. പമ്പിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറാണ് ഏറ്റവും കുറഞ്ഞ സമയം ഈ ഐരാണിമുട്ടത്തെ വലിയ ടാങ്കിലേക്ക് വെള്ളം എത്താനുള്ള സമയം. ഐരാണിമുട്ടത്തെ വലിയ ടാങ്കിലേക്ക് വെള്ളമെത്തി ആ ടാങ്കിൻ്റെ ലെവൽ ഒന്ന് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ പമ്പിംഗ് ആരംഭിക്കാം. അതിനുശേഷം ഏകദേശം ഒരു നിലവിൽ സമയമനുസരിച്ചാൽ ഒരു 6 മണി 6:30 വരെ എടുക്കും വീടുകളിലേക്ക് വെള്ളം എത്താൻ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ഒരു 6 മണി അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം മുന്നോട്ട് വെച്ചാൽ ഒരു 7 മണിയോടുകൂടി വീടുകളിൽ വെള്ളം ലഭിച്ചു തുടങ്ങുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. നിലവിൽ എന്തായാലും ഈ ജോലികൾ ഇതേ രീതിയിൽ മുന്നോട്ട് പോയാലാണ് പറയുന്നത്. ഇതിനിടയിൽ ഏതെങ്കിലും രീതിയിലുള്ള ചോർച്ചയോ മറ്റ് നിർമ്മാണത്തിലെ അപാകതയോ കണ്ടെത്തിയാൽ അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അത്രത്തോളം ഫോഴ്സിലാണ് ഈ വെള്ളം അരുവിക്കരയിൽ നിന്ന് പൈപ്പുകളിൽ കണക്ട് ചെയ്താണ് ഈ ഐരാണിമുട്ടത്തേക്കുള്ള പൈപ്പ് പോകുന്നത്. അരുവിക്കരയിൽ നിന്ന് പമ്പിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഫോഴ്സാണ് വരുന്നത്. അതിലേതെങ്കിലും രീതിയിലുള്ള ചെറിയ ചോർച്ച പോലും വലിയൊരു അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ റിസ്ക് എടുക്കില്ല. അതിന് മുന്നോടിയായിട്ടാണ് ഈ ആങ്കർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മാത്രമായിരുന്നു ചോർച്ച ഉണ്ടായിരുന്നത്. ഈ ആങ്കർ കൃത്യമായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ചോർച്ച അടച്ച് കൃത്യമായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നടപടി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആ പൈപ്പ് കഴുകുക, പൈപ്പിന് ഉൾവശം കഴുകുക എന്നുള്ളതാണ്. കഴുകി ആ വെള്ളം ഈ ഒരു പരിസരത്ത് വെച്ച് തന്നെ ആങ്കർ കണക്ട് ചെയ്ത് അതിൽ നിന്ന് പമ്പ് ചെയ്ത് വെള്ളം പുറത്തേക്ക് കളയും. പുറത്തേക്ക് കളഞ്ഞ ശേഷം ഈ പൈപ്പ് ലൈൻ പൂർണ്ണമായി വെള്ളം നിറയ്ക്കും. അത് അതിൻ്റെ ലെവൽ പൂർത്തിയാക്കി ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ചോർച്ചയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. അത് പരിശോധിച്ച് ഒരിടത്തും മറ്റ് ചോർച്ചകളോ ഒന്നുമില്ല എങ്കിൽ പിന്നെ പമ്പിംഗ് ആരംഭിക്കും. പമ്പിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഐരാണിമുട്ടത്തേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് 1 മണിക്കൂർ ഏകദേശം എല്ലാം കൊണ്ടും നമുക്ക് നഗരവാസികളുടെ കഴിഞ്ഞ 4 ദിവസത്തെ ബുദ്ധിമുട്ടുകൾ അവസാനിക്കും. നമ്മളിപ്പോൾ കാണുന്നത് ഈ നേരത്തെ പൈപ്പ് ലൈൻ പുനഃസ്ഥാപിച്ച, അതായത് ഉമേഷ്, ബദൽ സംവിധാനം ഒരുക്കുന്നതിൽ ഒരു പരാജയമുണ്ടായി എന്നത് തന്നെയാണ് ഈ ആളുകളുടെയും ഒപ്പം പ്രതിപക്ഷത്തിന്റെയും ഒക്കെ തന്നെ വിമർശനം. പക്ഷേ ഈ 4 ദിവസം ദുരിതം അനുഭവിച്ചെങ്കിൽ പോലും ഇപ്പോൾ അത് പ്രവർത്തികൾ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലേ?
തീർച്ചയായും എന്തായാലും കരുതിയിരുന്നത് പോലെ ഒരുപക്ഷെ ഇത്രത്തോളം ജാഗ്രതയോടുകൂടി ഈ അവസാന നിമിഷം പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം ജനപ്രതിനിധികളടക്കം. കാരണം രാവിലെ 10 മണിക്ക് എത്തിയ മേയർ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്, ഡെപ്യൂട്ടി മേയറും ഇരിപ്പുണ്ട്. അവർ ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് മാറി നിന്നില്ല. കൃത്യമായി ജോലികൾ മോണിറ്റർ ചെയ്ത് അവർക്ക് ഈ ജോലിക്കാർക്ക് ആവശ്യമുള്ള സഹായങ്ങളും മറ്റും എത്തിച്ച് അവരെന്ത് ആവശ്യപ്പെട്ടാലും എത്തിച്ച് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ജാഗ്രത ഒരുപക്ഷെ 2 ദിവസം മുൻപ് എടുത്തിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് നഗരവാസികൾ പോകില്ല. എന്തായാലും അവസാന നിമിഷം ആ ജനപ്രതിനിധികൾ അവരുടേതായ ഉത്തരവാദിത്വം അതേ രീതിയിൽ ഏറ്റെടുത്ത് നടപ്പാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ രാത്രി അർദ്ധരാത്രി ഏകദേശം 12 മണിക്കാണ് ഇവിടെ മന്ത്രി റോഷി അഗസ്റ്റിൻ എത്തുന്നത്. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം ഏകദേശം 2 മണി വരെ, അതായത് ഇതിൻ്റെ പ്രവർത്തനം ഏകദേശം പൂർത്തിയായി പുലർച്ചയോടുകൂടി പമ്പിങ് ആരംഭിക്കാമെന്നുള്ള കൃത്യമായ ഉറപ്പ് വാങ്ങിയ ശേഷമാണ് അദ്ദേഹം ഇവിടുന്ന് പോകുന്നത്. എന്നാൽ പമ്പിങ് ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചോർച്ച ഉണ്ടാകുന്നത്. അത് വാൽവിലാണ് ചോർച്ച ഉണ്ടാകുന്നത്. അതോടുകൂടി വീണ്ടും പമ്പിങ് നിർത്തിവെച്ച് പൊട്ടിയ പൈപ്പുകൾ, ചോർച്ച കണ്ടെത്തിയ പൈപ്പിലും വാൽവും മാറ്റി സ്ഥാപിച്ചു. ഇപ്പോൾ ചോർച്ച കണ്ടെത്തിയ പൈപ്പ്, അതായത് ഇവിടെ നിന്ന് ഒരു ടേണിംഗ് ആണ്, ഒരു വളവാണ്. ഈ വളവിൻ്റെ ആ ഭാഗം വെള്ളം നല്ല ഫോഴ്സിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആ പൈപ്പിന് മറ്റ് ഡാമേജുകൾ ഉണ്ടാകാതിരിക്കാനാണ് ആ പൈപ്പ് മാറ്റി സ്ഥാപിച്ച ശേഷം അവിടെ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. ആ കോൺക്രീറ്റ് നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്നുണ്ട്. അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് പമ്പിംഗ് ആണ്. ഒരുപക്ഷെ ഈ കോൺക്രീറ്റ് ഉറയ്ക്കുന്നത് വരെ, അതായത് ശക്തിയാകുന്നത് വരെ, ഉറയ്ക്കുന്നത് വരെ നല്ല ഫോഴ്സിൽ പമ്പ് ചെയ്യാൻ ഒരുപക്ഷെ കഴിയില്ല. പക്ഷേ എങ്കിലും ഓരോ വീടുകളിലേക്കും വെള്ളം എത്താവുന്ന രീതിയിൽ ഐരാണിമുട്ടത്തെ ടാങ്കിൽ വെള്ളം നിറയാവുന്ന രീതിയിലുള്ള ഫോഴ്സ് കുറച്ചുള്ള പമ്പിംഗ് ആയിരിക്കും ഒരുപക്ഷെ അടുത്ത 2 ദിവസം വരെ തുടരുക. എങ്കിലും ഐരാണിമുട്ടത്തെ ടാങ്കിൽ നിന്നാണ് പിന്നീട് വീടുകളിലേക്കുള്ള വെള്ളം പോകേണ്ടത്. അത് കൂടുതൽ സമയം പമ്പിംഗ് നടത്തിയാൽ ആ ഒരു പ്രതിസന്ധി, അതായത് ടാങ്കിലേക്ക് വെള്ളം എത്തുന്ന പ്രതിസന്ധി, അതും കുറയ്ക്കാനാകും. നിലവിൽ എന്തായാലും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. നഗരവാസികൾക്ക് പ്രതീക്ഷിക്കാം ഇനി ഒരുപക്ഷെ നിങ്ങളുടെ വീടുകളിലേക്ക് മണിക്കൂറുകൾക്കകം നിങ്ങളുടെ ടാപ്പുകൾ തുറക്കുമ്പോൾ വെള്ളം ലഭിക്കാവുന്ന രീതിയിലുള്ള നടപടികൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. വിനീത, ശരി, 4 ദിവസത്തെ ദുരിതത്തിന് അറുതിയാകുന്നു എന്നാണ് ഉമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. 6:30 തന്നെ വെള്ളം എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉമേഷ് അവിടെ തന്നെ തുടരുന്നുണ്ട്. പൈപ്പ് അതിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാകുന്ന നിമിഷത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും. ഒരു ചെറിയ